ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് പറയുന്ന വിഷയം ശനിയുടെ സഞ്ചാരം നേർരേഖയിലാണ്. നവംബർ 15 മുതൽ നേർരേഖയിൽ സഞ്ചരിച്ചു തുടങ്ങി. അപ്പോൾ ഈ വരുന്ന 12 രാശിയിലെ 27 നക്ഷത്രക്കാർക്കും വരുന്ന പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നവംബർ 15 മുതൽ ശനിയുടെ സഞ്ചാരം നേർരേഖയിൽ വന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇതിന് തൊട്ട് മുൻപ് ചെയ്ത വീഡിയോ 2025 മാർച്ചിൽ ശനിയുടെ രാശിമാറ്റം വഴി വരുന്ന ഫലങ്ങളാണ് പറയുന്നത്. ചില ആൾക്കാർ അത് കണ്ടിട്ട് ഇപ്പോഴത്തെ അവസ്ഥ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് വീഡിയോ കാണുക. അതിൽ കറക്റ്റ് ഡേറ്റ് ഞാൻ പറയുന്നുണ്ട്. കറക്റ്റ് സമയം, ഏത് വർഷത്തിലാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നിലവിലെ അവസ്ഥയെക്കുറിച്ചല്ല അതിൽ പറയുന്നതെന്ന് മനസ്സിലാക്കുക. നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നവർ ദയവായി വീഡിയോ കൃത്യമായി കേൾക്കുവാൻ ശ്രമിക്കുക. ഒരു ജീവജാലങ്ങൾക്കും ദോഷം സംഭവിക്കരുത് എന്ന പ്രാർത്ഥന മാത്രമാണുള്ളത്. നവംബർ 15 നേർരേഖയിൽ സഞ്ചരിച്ച് തുടങ്ങിയ ശനി 12 രാശിയിൽ വരുന്ന 27 നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വരുത്തുന്ന പൊതുവായ ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ വ്യക്തമായി പറയുമ്പോൾ 2024 ജൂൺ 30 ശനിയാഴ്ച പുലർച്ചെ 12:36 ശനി കുംഭം രാശിയിൽ ആരംഭിച്ച വക്രഗതി 2024 നവംബർ 15 വെള്ളിയാഴ്ച രാത്രി 7:51 തിരിച്ച് അതേ രാശിയിൽ വന്ന് അവസാനിക്കുന്നത്. ശനി നവംബർ 15 വെള്ളിയാഴ്ച രാത്രി 7:52 മുതൽ വീണ്ടും നേർരേഖയിൽ സഞ്ചരിച്ച് തുടങ്ങി. ഇതാണ് ശരിയായിട്ടുള്ള കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ പൊതുഫലങ്ങൾ ഒരു നിശ്ചിത കാലയളവിലെ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവചനങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന യഥാർത്ഥ ഫലങ്ങൾ, അവരുടെ ജനന സമയത്തെ ഗ്രഹനില, അതിൽ നിന്നുണ്ടാകുന്ന യോഗങ്ങൾ, നിലവിലെ അവരുടെ ദശ, അപഹാരങ്ങൾ എന്നിവയൊക്കെ ആശ്രയിച്ചായിരിക്കും അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫലങ്ങൾ വരുന്നത്. എന്നിരുന്നാലും ഈ പൊതുഫലങ്ങളെ ഒരു സൂചനയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വിശദമായിട്ട് തന്നെ ജാതക പരിശോധന നടത്തി ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ദോഷപരിഹാരങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്താൽ നല്ല സമയങ്ങളുടെ ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കുവാൻ കഴിയുകയും പ്രതികൂല സമയങ്ങളെയൊക്കെ കൂടുതൽ എളുപ്പത്തിൽ തരണം ചെയ്യുവാനൊക്കെ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്ര ജാതകരാണ്. ഈ മേടം രാശിക്കാർക്ക് 2025 മാർച്ചിലെ ശനിമാറ്റം 7.5 ശനിയുടെ തുടക്കം ഉണ്ടാക്കും എന്നുള്ള കാര്യം മറക്കരുത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ശനിയുടെ നേർരേഖയുടെ സഞ്ചാരാരംഭം ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കിത്തരും. വരുമാന സ്രോതസ്സ് ലഭിക്കുവാനും ഇടയുണ്ടാകും. ധനാഗമനം ഉണ്ടാകും. സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരും. ഭൂമി ലാഭം ഉണ്ടാകും. കുടുംബ ബന്ധങ്ങൾക്ക് ശക്തമായിട്ടുള്ള കാര്യങ്ങൾ, ശക്തി കൂടുന്ന ഒരു സമയമാണ്. പല രീതികളിൽ നിന്നും പല വഴികളിൽ നിന്നും പണം ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. എന്നാൽ ഇതൊക്കെ തന്നെയായിരുന്നാലും 7.5 ശനിയുടെ ആരംഭത്തിന് മുൻപുള്ള ആനുകൂല്യങ്ങളാണ് എന്നത് കൂടി തിരിച്ചറിയണം. ദശാപകാരപ്രകാരം ശനി അനുഭവിക്കുന്നവരും ജന്മഗ്രഹനിലയിലെ ശനിയുടെ സ്ഥാനവും സൂക്ഷ്മമായി പരിശോധിച്ചും ഇപ്പോഴേ 7.5 ശനിയെ നേരിടാൻ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. 2025 മുതൽ 7.5 വർഷത്തെ ജീവിതത്തിന് വേണ്ടി ഇനിയുള്ള 4 മാസങ്ങളിൽ വിശ്വാസമുള്ള മേടക്കൂറുകാർ ചെയ്യേണ്ട കാര്യങ്ങൾ. അടുത്തതായിട്ട് വരുന്നത് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം. 2025 മാർച്ചിലെ ശനിമാറ്റം കണ്ടകശനിയുടെ അവസാനം കുറിക്കും എന്നോർക്കുക. കൂടാതെ ബിസിനസ്സിലും, അതായത് ഒറ്റയ്ക്കുള്ള ബിസിനസ്സിലും കൂട്ടു ബിസിനസ്സിലും ശോഭിക്കാതിരിക്കുക. വളരെ ഉയർന്ന സ്ഥാനത്ത് എത്തി നിൽക്കുന്നവർ അവിടെ നിന്നും പെട്ടെന്നൊരു അധപ്പതനം
ഉണ്ടാവുക, സ്ത്രീകൾ മൂലം വൻ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരിക, തൊഴിൽ പരാജയം സംഭവിക്കുക, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, രോഗം എന്നിവ വരിക, വിദേശ യാത്ര, കുടുംബം വിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥകൾ, ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവ്, സ്വരച്ചേർച്ച എന്നിവ ഉണ്ടാവുക, വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സം ഉണ്ടാവുക, അമിതമായിട്ടുള്ള ആഡംബരപ്രിയം, അതുവഴി വരവിനേക്കാൾ ചെലവ് വന്നു ചേരുന്ന ഒരു സമയം, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവ ഈ പറയുന്ന കാലയളവിൽ നേരിടേണ്ടി വരുന്നൊരു സമയമാണ് ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കണ്ടകശനി കഴിഞ്ഞിട്ടുള്ള അനുകൂല സമയം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ അതുവരെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ന്യൂനതകൾ ഭാവിയിൽ തടസ്സം സൃഷ്ടിക്കാതെ ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. തുടർന്ന് വരുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഇനി വരുന്ന 4 മാസങ്ങളിൽ പൊതുവിൽ ഈശ്വര വിശ്വാസക്കുറവുണ്ടാകാം. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും താല്പര്യം കുറയുക, എല്ലാ കാര്യങ്ങളിലും അലസത, മടി എന്നിവ അനുഭവപ്പെടുക, ശത്രുക്കളെ കൊണ്ട് വളരെ വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാവുക, കോടതിപരമായിട്ടുള്ള കാര്യങ്ങൾ, കേസുകൾ എന്നിവയിൽ പരാജയം സംഭവിക്കുക, പിതാവിനോ പിതൃസ്ഥാനീയർക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരുടെ നിലവിലുള്ള അസുഖങ്ങൾ വലുതാകാനുള്ള സാധ്യതയുണ്ട്. സന്താന ക്ലേശം, മനോദുഃഖം, യാത്രാക്ലേശം എന്നിവ ഉണ്ടാകുവാനും, ഏതെങ്കിലും രീതിയിലുള്ള ധനപരമായ ക്രയവിക്രയങ്ങൾ, ലോണ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് ജപ്തിപരമായിട്ടുള്ള ഭീഷണികൾ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും. 2025 മാർച്ചിലെ മഹാശനിമാറ്റം കണ്ടകശനിയുടെ ആരംഭമാണ് എന്നതിവിടെ ഓർമ്മിപ്പിക്കുന്നു. ദശാപകാരപ്രകാരം ശനി അനുഭവിക്കുന്നവരും ജന്മഗൃഹനിലയിലെ ശനിയുടെ സ്ഥാനവും സൂക്ഷ്മമായി പരിശോധിച്ചും വരാൻ പോകുന്ന കണ്ടകശനിയെ നേരിടാൻ ആത്മീയമായിട്ട് തയ്യാറെടുക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് വരുന്നത് കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം അവസാന കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. അടുത്ത 4 മാസങ്ങളിൽ അന്യസ്ത്രീ ബന്ധം ശക്തമാവുകയും അത് ദാമ്പത്യ ബന്ധത്തെ സാരമായി ബാധിക്കുകയും വിവാഹമോചനത്തിന് വഴിയൊരുക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്നാൽ അവിവാഹിതരായ യുവതീ യുവാക്കളുടെ വിവാഹ കാര്യങ്ങളിൽ താമസം നേരിടുകയോ തടസ്സം അനുഭവപ്പെടുകയോ ചെയ്യാം. ത്വക്കുപരമായിട്ട് ശ്വാസകോശപരമായിട്ടുള്ള രോഗങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. കേസ് വഴക്കുകൾ ഉണ്ടാകുവാനും ജയിൽവാസത്തിനും ഇടയുണ്ട്. ബിസിനസ് രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുവാനും തൊഴിലാളികൾക്ക് ആപത്തുണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. സർവ്വകാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടുന്ന ഒരു സമയം തന്നെയായിരിക്കും വരുന്ന 4 മാസം എന്നാണ് പറയുന്നത്. 2025 മഹാശനിമാറ്റം ജന്മഗൃഹനിലയിലെ ശനിയുടെ സ്ഥാനം അനുസരിച്ച് ജീവിതത്തിൽ ഭാഗ്യം കൊണ്ട് വരും എന്നുള്ളത് കൂടി ഓർക്കുക. തുടർന്ന് വരുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ഇവർക്ക് അനുകൂലമായിട്ടുള്ള വിദേശയാത്ര അല്ലെങ്കിൽ വിദേശവാസം, ജോലി എന്നിവ അനുഭവത്തിൽ വരാനുള്ള സാധ്യത. സഞ്ചാരക്ലേശം ഉണ്ടാവും, സന്താന ദുഃഖമുണ്ടാകും. സന്താനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അത് വിജയത്തിലെത്തിക്കുവാനുള്ള സാഹചര്യമില്ലാതെ ധനനഷ്ടം സംഭവിക്കുവാനുള്ള സാധ്യത ഉണ്ടാവും. സ്ത്രീകൾ മൂലം ദുഃഖം സംഭവിക്കും, അല്ലെങ്കിൽ മാനഹാനി, അപവാദം എന്നിവ കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ജീവിത പങ്കാളിക്ക് അസുഖങ്ങൾ ഉണ്ടാവുക, സഞ്ചാരശീലം കൂടിയ വിഭാഗത്തിലേക്ക് തൊഴിൽ മാറ്റം സംഭവിക്കുക എന്നിവയൊക്കെ അടുത്ത 4 മാസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. 2025 മാർച്ചിലെ ശനിമാറ്റം അഷ്ടമശനിയുടെ പരീക്ഷണ കാലഘട്ടമായതിനാൽ തന്നെ ജന്മഗൃഹനിലയിലെ ശനിയുടെ സ്ഥാനവും വിശദമായ ജാതക പരിശോധനയും നടത്തി മഹാദേവനെയോ ശാസ്താവിനെയോ ഒക്കെ പ്രാർത്ഥിച്ച് ഭജിച്ച് ആ രീതിയിലുള്ള കാര്യങ്ങൾ ഭക്തിമാർഗത്തിലൂടെ
മുന്നോട്ട് പോവുക എന്നുള്ള കാര്യങ്ങൾ ഉചിതമായിരിക്കും. തുടർന്ന് വരുന്നത് കന്നിരാശിയാണ്. കന്നിരാശിയിൽ ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി. 2025 മാർച്ചിലെ ശനിമാറ്റം കണ്ടകശനിയുടെ ആരംഭമായിരിക്കും എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ ശനിയുടെ നേർരേഖയിലുള്ള സഞ്ചാരം അടുത്ത 4 മാസങ്ങളിൽ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ കൊണ്ടുവന്നാൽ, ഏതെങ്കിലും രീതിയിൽ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവയെ പരമാവധി ഉപയോഗപ്പെടുത്തിയെടുക്കുവാൻ ശ്രമിക്കുക. ഈ 2 കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത്. കൃഷിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ മറ്റ് ചെറുകിട ബിസിനസ് എന്നിവ നടത്തുന്നവർക്ക് വൻ രീതിയിലുള്ള ലാഭങ്ങൾ ഉണ്ടാകുവാനുള്ള സമയമാണ്. സന്താനഭാഗ്യം, സ്ത്രീസുഖം, പുതിയ വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ നിലവിലെ വീട് പുതുക്കുവാനോ ഒക്കെയുള്ള അവസരം, വാഹനഭാഗ്യം എന്നിവ ഈ 4 മാസങ്ങളിൽ വന്നു ചേരും. ഈ നവംബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് ഈ പറയുന്നത്. തെറ്റിദ്ധരിച്ച് നെഗറ്റീവ് കമൻറ്റുകൾ ഇടരുത്. അപ്പോൾ വാഹനഭാഗ്യം എന്നിവ ഈ 5 മാസങ്ങളിൽ വന്നു ചേരും. ശത്രുക്കളുടെ അധപ്പതനം, കേസുകളിലെ അനുകൂല വിധി എന്നിവയൊക്കെ ഉണ്ടാകും. എന്നാൽ ഇതെല്ലാം തന്നെ വരാൻ പോകുന്ന, ഇനി ശനിമാറ്റത്തിൽ വരാൻ പോകുന്ന കണ്ടകശനിയുടെ മുൻപുള്ള ആനുകൂല്യങ്ങളാണെന്നതുകൂടി തിരിച്ചറിഞ്ഞ് വളരെ എളിമയും വിനയവും ഭക്തിയും ഒക്കെ ഈശ്വരവിശ്വാസവും ഒക്കെ കൈവിടാതെ മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് വരുന്നത് തുലാം രാശിയാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. അപ്പോൾ ഈ വരുന്ന 4 മാസങ്ങളിൽ സ്വത്ത് സംബന്ധമായിട്ടോ ധനപരമായോ കുടുംബ ബന്ധുജനങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിലോ കലഹം, വഴക്ക്, കേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, പുത്രദുഃഖം ഉണ്ടാവുക, സന്താന വിരഹം സംഭവിക്കുക, മാനസികമായിട്ടുള്ള രോഗങ്ങൾ അലട്ടുക, അന്യ സ്ത്രീകൾ അല്ലെങ്കിൽ അന്യ പുരുഷന്മാർ മൂലം മാനഹാനി ഉണ്ടാവുക, പണനഷ്ടം സംഭവിക്കുക, സന്താനങ്ങളുമായി തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക, പലതരത്തിലുള്ള രോഗങ്ങൾ അലട്ടുക, സർക്കാരിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടാവുക എന്നിവയൊക്കെ ഈ 4 മാസങ്ങളിൽ അനുഭവത്തിൽ വരും എന്നുള്ളതാണ്. 2025 മാർച്ചിലെ മഹാശനി മാറ്റം അനുകൂലമായിട്ടുള്ള അവസ്ഥയിൽ വരികയും ഈ ദുരിതങ്ങൾക്കൊക്കെ ഒരു അവസാനം കാണാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. തുടർന്ന് വരുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. ഈ വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് മാതാവിനോ മാതൃബന്ധുക്കൾക്കോ മരണമോ മരണസമാനമായ അസുഖങ്ങളോ കഷ്ടതയോ ഒക്കെ വരാം. ശത്രുഭയം വളരെ ഉയർന്നു നിൽക്കും. വ്യവഹാരപരമായിട്ടുള്ള പരാജയം ഉണ്ടാകും. ഉയർന്ന സ്ഥാനത്ത് നിന്നും പദവിയിൽ തരം താഴ്ത്തുകയോ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുവാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. തെറ്റായിട്ടുള്ള ജീവിതക്രമം മൂലം ധനനഷ്ടം, മാനഹാനി, ആരോഗ്യ പ്രശ്നം, യാത്രകൾ മൂലം അപകടം എന്നിവ ഉണ്ടാവുക. ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായിട്ടൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. സന്താനങ്ങൾക്ക് ദുരിതം സംഭവിക്കാതെ സന്താനങ്ങൾക്ക് ദുരിതം എന്നിവ അനുഭവത്തിൽ വരിക എന്നീ ഫലങ്ങളൊക്കെ ഉണ്ടാവും. 2025 മഹാശനി മാറ്റം 5-ലെ ശനി അനുകൂലമാകുവാൻ കൃത്യമായ ജാതക പരിശോധന നടത്തി വേണ്ട ദോഷ പരിഹാരങ്ങൾ ഇപ്പോഴേ അനുഷ്ഠിക്കുക. വരാൻ പോകുന്ന 2.5 വർഷക്കാലം മാനസികമായി വന്നു ചേരുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ വെല്ലുവിളികളെ നേരിടുവാൻ തയ്യാറാവുക എന്നാണ് പറയേണ്ടത്. തുടർന്ന് വരുന്നത് ധനുരാശിയാണ്. ധനുരാശിയിൽ മൂലം, പൂരാടം, ഉത്രാട ആദ്യ കാൽഭാഗം. അപ്പോൾ ഈ ധനുരാശിയിൽ വരുന്നവർക്ക് ഇനി വരുന്ന 4 മാസക്കാലം ഉന്നതമായിട്ടുള്ള സ്ഥാനപ്രാപ്തികൾ ഉണ്ടാകും. സന്താനഭാഗ്യം വന്നു ചേരും. രോഗശാന്തി ഉണ്ടാവും. ദാമ്പത്യപരമായിട്ടുള്ള ഐക്യം വന്നു ചേരും. മനസ്സന്തോഷം എന്നിവയൊക്കെ ലഭിക്കുന്ന സമയമായിരിക്കും. രാഷ്ട്രീയത്തിലും കലയിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കരിയറിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരുവാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പ്രശസ്തിയും ലഭിക്കും. വഴിക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ മികച്ച അവസരം ലഭിക്കുകയും അതിൽ ശോഭിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായി ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ തന്നെയും 2025 മാർച്ചിലെ ശനിമാറ്റം കണ്ടകശനിയുടെ ആരംഭമായിരിക്കും.
ആ കാലയളവിലെ പരീക്ഷണങ്ങൾ നേരിടുവാൻ കൃത്യമായ ജാതക പരിശോധന അനിവാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജാതക പരിശോധന നടത്തി ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഉത്തമം. തുടർന്ന് വരുന്നത് മകരം രാശിയാണ്. മകരം രാശിയിൽ വരുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. ഈ സമയത്ത് ദുർപ്രവൃത്തികൾ ചെയ്യുവാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അവസരം ഉണ്ടാവും. നമ്മൾ നേരെ ചിന്തിക്കാതെ കാര്യങ്ങളൊക്കെ വളഞ്ഞ വഴിയിൽ കൂടെ ചെയ്യാനും ദുഷ്പ്രവർത്തികൾ ചെയ്യാനും ഒക്കെ ഉള്ള മനസ്സ് വന്നു ചേരുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നടക്കുന്നതാണ്. സന്താന ക്ലേശം അല്ലെങ്കിൽ സന്താനങ്ങൾ ലഭിക്കുവാനുള്ളതിൽ തടസ്സം അനുഭവപ്പെടും. ഏറ്റവും അടുത്ത ബന്ധുജനങ്ങൾക്ക് വിരഹമുണ്ടാവുക, ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം കൂടുന്നൊരു സമയം. നിലവിൽ ഏതെങ്കിലും കേസ് വഴക്കുകൾ നിലനിൽക്കുന്നവർക്ക് അത് പരാജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് ദോഷഫലങ്ങൾ അല്ലെങ്കിൽ അനുഭവത്തിൽ ഭാഗ്യക്കുറവുണ്ടാവുക, വരവിനേക്കാൾ കവിഞ്ഞ ചെലവുണ്ടാവുക, പലവിധത്തിൽ ധനം നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഈ സമയത്തുണ്ട്. 2025 മഹാശനിമാറ്റത്തോടെ സഹോദര ഭാഗ്യം, സഹോദര സ്ഥാനത്ത് നിന്ന് ഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. രോഗശാന്തി ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് കാര്യങ്ങളിൽ മെച്ചപ്പെടും. വാഹനഭാഗ്യം, ബിസിനസ്സിൽ ഉന്നതി ഒക്കെയും അനുഭവത്തിൽ വരും. ഈ 4 മാസം കഴിഞ്ഞിട്ടുള്ള സമയത്തുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ കാര്യങ്ങളൂടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. തുടർന്ന് വരുന്നത് കുംഭം രാശിയിൽ അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ ക്ലേശം വർദ്ധിക്കുകയും പല തൊഴിലുകൾ ചെയ്യേണ്ടതായിട്ട് വരികയും ഒക്കെ ചെയ്യുന്നൊരു സമയം. ഏത് ജോലി ചെയ്താലും ഏത് കാര്യങ്ങൾ ചെയ്താലും ഒന്ന് വിജയിച്ച് വരാനുള്ള സാധ്യത ഇല്ലാത്തതിനാൽ പല രംഗങ്ങളിലും പ്രവർത്തിച്ച് നോക്കും. എന്നിരുന്നാൽ തന്നെയും നമ്മളുടെ ഈ പ്രയത്നത്തിന് തക്കതായ പ്രതിഫലം കിട്ടാതെ വരിക എന്നുള്ള കാര്യം കൂടെ ഇവിടെ സാധ്യമാകുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും മറവി സംഭവിക്കുക, അന്യദേശവാസം ഉണ്ടാവുക, കഫവാതജന്യമായ രോഗങ്ങൾ അലട്ടുക, കുടുംബ ബന്ധുജന നാശം സംഭവിക്കുക, സന്താനങ്ങൾ മൂലം മനോദുഃഖം ഉണ്ടാവുക, കുടുംബത്തിൽ മംഗളകരമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുക, യാത്രകളിൽ അപകടം ഉണ്ടാവുക എന്നിവ അനുഭവത്തിൽ വരും. 2025 മഹാശനിമാറ്റം, മാർച്ചിലെ മഹാശനിമാറ്റത്തോടെ 7.5 ശനിയുടെ തുടർച്ചയും അവസാന കാലവുമാകുന്നു. കഴിഞ്ഞ 5 വർഷമായി സർവകാര്യ പരാജയവും ജീവിതവും ഉപേക്ഷിക്കാൻ തന്നെ തോന്നുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായവർക്കും ഇപ്പോൾ കൃത്യമായ ജാതക ഗണനം നടത്തി ദശാപഹാരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് വരുന്നത് മീനം രാശിയാണ്. മീനം രാശിയിൽ വരുന്നത് പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഈ മീനം രാശിക്കാർക്ക് ആലോചന ഇല്ലാത്ത പ്രവൃത്തികൾ മൂലം, ഒന്ന് ചിന്തിക്കാതെ തന്നെ ഓരോ കാര്യങ്ങളിലെടുത്ത് ഇറങ്ങുന്ന ആ പ്രവൃത്തികൾ മൂലം ദോഷഫലങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ധനഹാനി, വരവിൽ കവിഞ്ഞ ചെലവ്, വിദേശ സഞ്ചാരം, അന്യദേശവാസം, ഭാര്യാപുത്ര ക്ലേശം, ഭൂമി നഷ്ടം, കൃഷി, പക്ഷി മൃഗാദികൾ എന്നിവയിൽ കൂടി ദോഷാനുഭവങ്ങൾ, ഭക്ഷണസുഖക്കുറവ്, അലച്ചിൽ, അലസത അല്ലെങ്കിൽ അലസ മനോഭാവം, ബന്ധുജനങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, അനാവശ്യമായിട്ടുള്ള കോപം, ദേഷ്യം, തസ്കരഭയം, വാഹനം മൂലം ദോഷാനുഭവങ്ങൾ, എന്ത് പ്രവൃത്തി ചെയ്താലും പാഴായി പോകുന്ന ഒരവസ്ഥ എന്നിവയൊക്കെ അനുഭവത്തിൽ വരും ഈ വരുന്ന 4 മാസക്കാലം. എന്നാൽ 2025 മഹാശനിമാറ്റത്തോടെ 7.5 ശനിയുടെ തുടർച്ചയും രൂക്ഷവുമാകുന്ന കാലമായതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഈ അവസ്ഥ മാറി കുറച്ചും കൂടി കഷ്ടാനുഭവങ്ങളായിരിക്കും ഇനി 2025 മാർച്ചിലെ ശനിമാറ്റം കൊണ്ട് മീനം രാശിക്കാർക്ക് വരാൻ പോകുന്നത്. അതുകൂടി മനസ്സിലാക്കി യഥാവിധി ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്ത് ഈശ്വര പ്രാർത്ഥന മുൻനിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ രീതിയിലായിരിക്കും നവംബർ 15 മുതൽ ശനിയുടെ നേർസഞ്ചാരം മൂലം 12 രാശിയിൽ വരുന്ന 27 നക്ഷത്ര ജാതകർക്കും വരുന്ന പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.